ഹരേ കൃഷ്ണ. ജന്മനക്ഷത്രത്തെക്കുറിച്ച് ഒന്ന് പറയാം. ഒരു വ്യക്തി ജനിച്ച സമയത്തെ നക്ഷത്രമാണ് ആ വ്യക്തിയുടെ ജന്മനക്ഷത്രം. അതായത് ഒരാളുടെ ജനന സമയത്ത് ചന്ദ്രൻ ഏത് നക്ഷത്രമേഖലയിലാണെന്ന് കണക്കാക്കിയാണ് ഒരാളുടെ നക്ഷത്രത്തെ നിർണ്ണയിക്കുന്നത്. ജ്യോതിഷപ്രകാരം 27 നക്ഷത്രങ്ങളാണ് ഉള്ളത്. ഒരു ദിവസം ഒരു നക്ഷത്രം എന്ന കണക്കിൽ ചന്ദ്രൻ 27 ദിവസം കൊണ്ട് ഓരോ നക്ഷത്രമേഖലയിൽ കൂടി സഞ്ചരിക്കുന്നു. ഇത്തരത്തിൽ 27 ദിവസങ്ങൾക്ക് ശേഷം ചന്ദ്രൻ വീണ്ടും എത്തുന്ന ദിവസത്തിനും പ്രാധാന്യമുണ്ട്. ആ ദിനത്തിൽ പ്രശസ്ത വ്യക്തി അനുഷ്ഠിക്കുന്ന ഗ്രഹദോഷ പരിഹാര കർമ്മങ്ങൾക്ക് കൂടുതൽ ഫലപ്രദമാകുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ജനിച്ച നക്ഷത്രത്തിൽ ചന്ദ്രൻ എത്തുന്ന ദിവസത്തോടൊപ്പം സൂര്യൻ ജനന സമയത്തെ സൂര്യസ്ഥിത രാശിയിൽ തന്നെ വീണ്ടും എത്തുന്ന ദിവസത്തെയാണ് ആണ്ടുപിറന്നാൾ അഥവാ ജന്മദിനമെന്ന് വിളിക്കുന്നത്. ഈ ദിനത്തിനും അതീവ പ്രാധാന്യമുണ്ട്. പിറന്നാൾ ദിനത്തിലും ജന്മനക്ഷത്ര ദിനത്തിലും അതികാലത്ത് തന്നെ ഉണരുക, പ്രഭാതസ്നാനം, സാത്വികമായ ജീവിതരീതി, അഹിംസ, വ്രതശുദ്ധി എന്നിവ ശീലിക്കേണ്ടതാണ്. എണ്ണ തേച്ച് കുളി, ക്ഷൗര്യം, മൈഥുനം, ശ്രാദ്ധം, ചികിത്സ, ശസ്ത്രക്രിയ, ഉപനയനം, സീമന്തം, വാഹനാരോഹണം, പ്രേതക്രിയകൾ, സാഹസകർമ്മങ്ങൾ, യുദ്ധം, മാംസം, മദ്യം ഇവ സേവിക്കുന്നത്, ഔഷധസേവ തുടങ്ങിയവയൊന്നും പാടില്ല. ക്ഷേത്രദർശനം, പുണ്യകർമ്മങ്ങൾ, പൂജാദി കർമ്മങ്ങൾ, പുതുവസ്ത്രാഭരണാദി ധാരണം, പുത്തരിയൂണ് തുടങ്ങിയവ ആവാം. ആണ്ടുപിറന്നാൾ ദിനത്തിൽ ദാനകർമ്മങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ഇതിൽ ഏറ്റവും ശ്രേഷ്ഠം അന്നദാനമാകുന്നു. ഉദയസമയം മുതൽ 6 നാഴികയെങ്കിലും നക്ഷത്രമുള്ള ദിവസമാണ് ജന്മനക്ഷത്രമായി കണക്കാക്കുന്നത്. ജന്മനക്ഷത്രം 6 നാഴികയിൽ കുറവാണെങ്കിൽ തലേ ദിവസം ജന്മനാളായി എടുക്കണം. ഓരോ ദിവസങ്ങളിലും പിറന്നാൾ വന്നാൽ അതിന് പ്രത്യേക ഫലം പറയുന്നുണ്ട്. ഞായറാഴ്ച ദൂരയാത്ര, തിങ്കളാഴ്ച മൃഷ്ടാന്ന ഭോജനം, ചൊവ്വാഴ്ച മഹാവ്യാധി, ബുധനാഴ്ച വിദ്യാലാഭം, വ്യാഴാഴ്ച വിശേഷ വസ്ത്രലാഭം, വെള്ളിയാഴ്ച സൗഭാഗ്യം, ശനിയാഴ്ച മാതാപിതാക്കൾക്ക് അരഷ്ട്. ഇതിൽ പറഞ്ഞ ദോഷങ്ങൾ പരിഹരിക്കുന്നതിനായി പിറന്നാൾ ദിവസം ആ ആഴ്ചയുടെ അധിപനായ ഗ്രഹത്തെ കൂടി പൂജിക്കുക. ഞായറാഴ്ചയാണെങ്കിൽ സൂര്യഭഗവാനെ പൂജിക്കുക, തിങ്കളാഴ്ചയാണെങ്കിൽ ചന്ദ്രനെയും, ചൊവ്വാഴ്ചയാണെങ്കിൽ കുജനെ, ബുധനാഴ്ചയാണെങ്കിൽ ബുധനെ, വ്യാഴാഴ്ചയാണെങ്കിൽ ഗുരുവിനെയും, വെള്ളിയാണെങ്കിൽ ശുക്രനെ, ശനിയാണെങ്കിൽ ശനിയെയും പൂജിക്കുന്നത് ഉത്തമമാണ്. മാസത്തിൽ 2 തവണ അപൂർവമായി ഒരേ നക്ഷത്രം വരാറുണ്ട് എങ്കിൽ രണ്ടാമത്തെ നക്ഷത്രമാണ് പിറന്നാളായി എടുക്കേണ്ടത്. പിറന്നാൾ ദിനത്തിലും ജന്മനക്ഷത്ര ദിവസത്തിലും നക്ഷത്രത്തിൻ്റെ മൃഗം, പക്ഷി എന്നിവയ്ക്ക് ആഹാരം കൊടുക്കുന്നതും വൃക്ഷം നടുന്നതും വളർത്തുന്നതും പരിപാലിക്കുകയും ചെയ്യുന്നത് ഐശ്വര്യവും ആയുസ്സും കൊണ്ടുവരും. ഈ ദിവസം നക്ഷത്രാധിപനെ ഭജിക്കുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ്. പിറന്നാൾ ദിനത്തിൽ നടത്തേണ്ട ഏറ്റവും ഉത്തമമായ വഴിപാടാണ് ധാര. ശിവലിംഗത്തിന് മാത്രമേ ധാര പതിവുള്ളൂ. ജലധാരയാണ് സാധാരണ നടത്താറ്. സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ക്ഷീരധാര, ഇളനീർധാര എന്നിവ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. മഹാദേവന് സമർപ്പിക്കുന്ന ധാരയിൽ നക്ഷത്രജാതൻ്റെ പേരിലും നാളിലും മൃത്യുഞ്ജയ അർച്ചനയുണ്ട്. ധാരയുടെ പ്രസാദമായി ലഭിക്കുന്ന പായസം പിറന്നാൾ ദിനത്തിൽ കഴിക്കുന്നത് ഉത്തമമാണ്. രോഗപരിഹാരത്തിനുള്ള വഴിപാടാണ് ധാര. അത് പിറന്നാൾ ദിനത്തിൽ ഭഗവാന് സമർപ്പിക്കുന്നത് ആയുരാരോഗ്യവർദ്ധനയ്ക്ക് ഉത്തമമാണ്. ധാരയുടെ പ്രസാദം ഒരു തുള്ളി പോലും പാഴാക്കരുത്. ഭഗവാന് നേദിച്ചത് മറ്റുള്ളവർ പങ്കിടുന്നതിൽ തെറ്റില്ല. വഴിപാട് നടക്കുന്ന സമയമത്രയും പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ തുടരുന്നത് അത്യുത്തമമാണ്. ഏത് കാര്യത്തിന് മുന്നേയും വിഘ്നനിവാരണനായ ഗണപതി ഭഗവാനെ സ്മരിക്കണം. ശിവന് ധാര കഴിപ്പിക്കുന്നതിനോടൊപ്പം ഗണപതി ഹോമവും നടത്തണം. ഹരേ കൃഷ്ണ.